ഞാൻ ഇന്നിപ്പോൾ ഇവിടെ ഉള്ളൊരു വേറൊരു വശത്തോട്ടുള്ള ഒരു സ്ഥലത്താണ് നിൽക്കുന്നത്. വാഴത്തോപ്പും നെൽകൃഷിയും കൂടെ ചേർന്നിട്ടുള്ള ഒരു സ്ഥലമാണ്. ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ ഉള്ളിലോട്ടുള്ള കുറേ സ്ഥലങ്ങളും ഈ തോപ്പും മൊത്തം കാണിച്ചു തരാം. അടയ്ക്കയും വാഴയും മഞ്ഞളും അങ്ങനത്തെ പലതും ഉണ്ട്, ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. കണ്ട കനാൽ പോണതുപോലെ പോണത് കണ്ട വെള്ളം പാടത്തിലേക്ക് എല്ലാ സ്ഥലത്തിലേക്കും വെള്ളം ഇങ്ങനെ സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് ഇവിടെ നിന്ന് വന്ന് ആ മുൻവശത്ത് കിണറ്റിൽ നിന്ന് ഇവിടെ വന്ന് എന്നിട്ട് നമുക്കിവിടെ എല്ലാ ഭാഗത്തേക്കും പോകുന്നുണ്ട്. അത് അപ്പുറത്തെ സൈഡിൽ കടക്കാതിരിക്കാനായിട്ട് ഇതാ ഇവിടെ ഒരു ബ്രിഡ്ജ് ഒരു പണിത് വെച്ചിട്ടുണ്ട്. അത് തടസ്സപ്പെടുത്തി ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. ഞാൻ ഇനി അപ്പുറത്തുള്ള മഞ്ഞളും എല്ലാം കാണിച്ചു തരാം. മഞ്ഞൾ കൃഷിയാണ് ഇവിടെ മൊത്തം കാണുന്ന ഒരു പോർഷനായിട്ട് മൊത്തം മഞ്ഞളാണ് ഇട്ടിരിക്കുന്നത്. ഈ മാസം അവസാനം പൊതുവെ കൊയ്ത്തും ഉണ്ടാവാറുണ്ട് മഞ്ഞളിൻ്റെ. എനിക്ക് എന്നിട്ട് ഫ്രഷ് മഞ്ഞൾ ഒരുപാട് ഞാൻ ഒരു 5-6 കിലോ ഒക്കെ മേടിച്ചിട്ട് അതിന് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി അരിഞ്ഞിട്ട് ഞാനത് ഉണക്കി പൊടിക്കാറുണ്ട്. അത് ഇവിടെ വന്നാൽ ഞാൻ 1 കിലോ ഒക്കെ നമുക്ക് കിട്ടും, കുറച്ച് 5-6 കിലോ മേടിച്ചാൽ. എന്നിട്ടത് സൂക്ഷിക്കും. അത് കാരണം ഇനി നമുക്കിവിടുത്തെ ഭംഗികൾ കണ്ട് സന്തോഷിച്ചിരിക്കാം. എല്ലാവരും കണ്ട് ആനന്ദിക്കുക. ഞാൻ വളരെ സന്തോഷത്തിലാണ്. പ്രകൃതി നമുക്ക് കനിഞ്ഞു തന്നിരിക്കുന്നതാണ് ഇത്രയും നല്ലൊരു പച്ചിപ്പും ഇതും. എനിക്കൊരു വശത്ത് ഒരു സന്തോഷം തോന്നാറുണ്ട്. ആദ്യമൊക്കെ കേരളത്തിൽ മാത്രം നിന്നില്ലല്ലോ, തമിഴ്നാട്ടിലോട്ട് കല്യാണം കഴിഞ്ഞല്ലോ എന്നൊക്കെ വിചാരിക്കാറുണ്ട്. പക്ഷേ ഇപ്പോൾ താമസിക്കുന്നത് കേരളത്താണെങ്കിലും തമിഴ്നാട് നമുക്ക് വിസിറ്റ് ചെയ്യാനും നമുക്കിവിടെ സ്വന്തമായിട്ട് വന്നു പോകാനുള്ള ഒരു അനുഗ്രഹവും ദൈവം തന്നിട്ടുണ്ടല്ലോ എന്ന് ഓർത്ത് ഞാനിപ്പോൾ വളരെ സന്തോഷമാണ്. ഞങ്ങൾ പണ്ട് ഇതൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. ഞാനെന്നല്ല, ഞങ്ങളുടെ കൂട്ടരെ എല്ലാവർക്കും ഇഷ്ടമാണ്. കേരളത്താണ് ഞങ്ങൾ കൂടുതലും ആൾക്കാർ താമസിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ ട്രിവാൻഡ്രമാണ് ഞങ്ങളുടെ നേറ്റീവ്. അതിൻ്റെ അപ്പുറത്തുള്ള ബോർഡർ സ്ഥലത്തുള്ളവരാണ്. അത് കാരണം കേരളത്താണ് കൂടുതൽ താമസിക്കുന്നത്. എന്നാലും നമ്മൾ തമിഴ്നാടിനെയും സ്നേഹിക്കുന്നവരാണ്. എല്ലാത്തിൻ്റെയും കൂടെ നമ്മൾ സന്തോഷിക്കുന്നുണ്ട്. എല്ലാം കണ്ട് എല്ലാവരെയും കൂടെ പരിചയപ്പെട്ട് എല്ലാ ഭാഷകളെയും സ്വീകരിച്ച് ഒരേ സമയത്ത് തന്നെ നമ്മൾ 4-5 ഭാഷകൾ മാറി മാറി സംസാരിക്കാനുള്ള ഒരു കഴിവും ദൈവം നമുക്ക് തന്നു. അങ്ങനെ ഒരു ഫ്ലുവൻസി നമുക്ക് വന്നിട്ടുണ്ട്. ചെറിയ ചെറിയ കുറവുകളുണ്ടാവും, അത് നമുക്ക് എല്ലാവർക്കും ഉള്ളതല്ലേ, അതുപോലെയൊക്കെ തന്നെ കാണുന്നുള്ളൂ. ഈ മുകൾ വശത്ത് കാണുന്നത് എത്ര എടുത്താലും എനിക്ക് മതിയാവുന്നില്ല. അത്രയും വാഴകൾ ഇവിടെ നിൽക്കുന്നുണ്ട്. പുതിയതായിട്ട് വച്ചിരിക്കുന്ന കുറച്ച് വാഴയും കമുക്, നമ്മൾ അങ്ങനെയും പറയുമല്ലോ അടയ്ക്കയുടെ ഇതിനെ, കമുക് കുറച്ചുണ്ട്. ഇടയ്ക്ക് പേരയൊക്കെ ഇങ്ങനെ ഇടയ്ക്ക് വരുന്നുണ്ട്. ഇതൊക്കെ കുറച്ച് ദിവസത്തിൽ നമുക്ക് നല്ല ഈൽഡ് കിട്ടുന്നുണ്ടാവും. ഇതേ കണ്ട പുതിന കണ്ടില്ലേ, വാവ് എന്താ ഭാഗ്യം. പുതിന നിൽക്കുന്ന കണ്ട, പുതിന ഇതുപോലെ അവിടെ മുളകൊക്കെ ഉണ്ട്. എന്താ പുതിന നിൽക്കുന്ന കണ്ട. എനിക്കിതൊക്കെ സന്തോഷമാണ്. നമ്മൾ ഫ്രഷായിട്ട് പറിച്ചിടുമ്പോൾ അത് മനസ്സിനാണ് ആദ്യം ആ ഫ്ലേവർ, അത് കളയാതെ നമുക്ക് കിട്ടണം. നമ്മളതിനെ തമിഴിലെ മണ്ണിൻ മണം എന്ന് പറയും. മണ്ണിൻ്റെ മണത്തോടു കൂടിയുള്ളത് അത് വേണമല്ലോ. ഒരു മരുന്നും ഒന്നും അടിക്കാതെ എന്ത് ഭംഗിയായിട്ട് വന്നിരിക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് കൂടെ കുറച്ച് എരുക്ക് അവിടെ കാണുന്നുണ്ട് കേട്ടോ. ഞാനപ്പോൾ അതും നിങ്ങൾക്ക് കാണിച്ചേക്കാമെന്ന് വിചാരിച്ചു. ഇത് ആ വാഴത്തോപ്പിൻ്റെ മറുവശമാണ്. ഇവിടെയും നല്ല ഭംഗിയായിട്ട് എല്ലാം നിൽക്കുന്നുണ്ട്. ഇതിപ്പോൾ കഴിഞ്ഞതേ ഉള്ളൂ, അല്ലാതെ കൊയ്ത്തിൻ്റെ സമയം ആയിട്ടില്ല. നല്ല പച്ചിപ്പോട് കൂടി തന്നെ നിൽക്കുന്നുണ്ട്. ഇത് അവരുടെ കിണറാണ്. ഇതിൽ നിന്നാണ് വെള്ളം എടുത്തിട്ട് ഒരു കൃഷി ചെയ്യുന്നത്. പേരക്കയുടെ കുറേ തോപ്പ് കാണുന്നുണ്ട്. അതിൻ്റെ പുറകിലൊക്കെ പേര കുറേ കാച്ചു നിൽക്കുന്നുണ്ട്. ഞാൻ പറിക്കുന്നില്ല, വളരെ ചെറിയ രീതിയിലാണ് കാണുന്നത്. കുറച്ച് നാളും കൂടെ ആവും എല്ലാം ആയി കിട്ടാനായിട്ട്. അതുകൊണ്ട് നമുക്ക് കുറച്ച് ക്ഷമിക്കാം. സിനിമയിലൊക്കെ കാണുന്ന പോലെ നല്ല കൈമുകിൻ തോപ്പ് എനിക്കിഷ്ടമാവുന്നുണ്ട് കേട്ടോ. എന്ത് കോൺഫിഡൻ്റായിട്ട് അത് നിൽക്കുന്നത്, മെലിഞ്ഞിട്ട് നല്ല പൊക്കത്തിൽ. നമുക്ക് മനസ്സിന് ഭയങ്കര സന്തോഷം കിട്ടത്തില്ലേ, നല്ല ഈവനായിട്ട്. എത്ര ഇതായിട്ടാ, നല്ല ധൈര്യപൂർവ്വം. എത്ര വളഞ്ഞു കൊടുക്കും കമുക്, നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. ആൾ കയറിയാലും എന്താണെങ്കിലും എങ്ങനെ വളഞ്ഞീണത് കാണാം. നല്ല ഭംഗിയില്ലേ. ചെറുതായിട്ട് കുറേ ഇത് ഇവിടെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഒരെണ്ണം വലുതുണ്ടെങ്കിൽ അതിൻ്റെ അടുത്ത് തന്നെ ചെറുതുണ്ട്. ഞാൻ ഈ ട്രിവാൻഡ്രം സിറ്റിയിലൊക്കെ ജനിച്ച് വളർന്നതുകൊണ്ട് എനിക്ക് വലിയതായിട്ട് കൃഷിനെക്കുറിച്ചൊന്നും
വലിയ പറയുന്നതൊക്കെ ചിലപ്പോൾ കറക്റ്റ് ആയില്ലായിരിക്കും കേട്ടോ. നിങ്ങൾക്കായിരിക്കും ഇതിനെക്കുറിച്ചുള്ളൊക്കെ കറക്റ്റായിട്ടുള്ള ഇൻഫർമേഷൻസൊക്കെ ഉള്ളത്. എന്നാലും കണ്ട് ആസ്വദിക്കുക, അതാണ് എൻ്റെ ഉദ്ദേശം. ഞാനിതൊക്കെ അത്രയേ ഉള്ളൂ, വലിയ നോളജില്ല, പക്ഷേ ഇതൊക്കെ ഞാൻ ആസ്വദിക്കുന്നുണ്ട്, അത്രയേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. നിങ്ങളും എല്ലാം കണ്ട് ആസ്വദിച്ച് മേളിൽ ഞാൻ ഇതേപോലത്തെ ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിലുള്ള നല്ല പോസിറ്റീവ് എനർജി, നമ്മളെ സ്ട്രെസ്സൊക്കെ കളയുന്ന രീതിയിലുള്ള വീഡിയോസായിരിക്കും ഞാൻ ഇരുന്നത്. അതുകൊണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുക, ഫോളോ ചെയ്യുക, ഒരുപാട് നല്ല കമൻസൊക്കെ തരിക, നമുക്ക് പ്രോത്സാഹിപ്പിക്കുക. എന്നുവെച്ചാൽ ഞാനിത് നല്ലൊരു ഇൻറ്റൻഷനിലാണ് ചെയ്യുന്നത്, എല്ലാവർക്കും ഇവിടുത്തെ ഭംഗി കാണണം, കിട്ടണം എന്ന് വിചാരിച്ചിട്ട്. ബൈ, താങ്ക് യു.